എന്റെ ലൈഫില് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഞാൻ ജീവിക്കുന്നത് തന്നെ ഇവക്ക് വേണ്ടിയാ. അവളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും എനിക്ക് കഴിയുന്നെല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അത് എനിക്ക് മടിക്കണ്ട കിരൺ, എന്താണെങ്കിലും പറഞ്ഞോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞില്ലേ, അതുപോലെ കിരണിനും അഭിപ്രായം ഉണ്ടല്ലോ. കിരണിനെയാണ് അവൾ സ്നേഹിച്ചതെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കിരണിന്റെ കയ്യിൽ എന്റെ മകൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. വാ കിരൺ. കിരൺ എന്ത് പറയുന്നു മോളെ? അത് സാർ, ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അതൊക്കെ എനിക്കറിയാം കിരൺ. കിരണിന്റെ ആഗ്രഹങ്ങളും അറിയാം. പക്ഷേ അതിനൊന്നും വിവാഹം ഒരു തടസ്സമല്ലല്ലോ. അഞ്ജലിയുടെ കാര്യത്തിൽ തനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട അച്ഛനായ ഞാനാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. സാർ, അത് സാർ. യെസ് സാർ. ഓക്കെ സാർ, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ സാർ. ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്, ഉടനെ പോണം. ഓക്കെ സാർ. ശരി കിരൺ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, വാ മോളെ കയറി. ആ കിരൺ ബൈ. ബൈ ബൈ. കിരൺ ബൈ ദുർഗ. ശരി കിരൺ. കിരൺ, ജോർജ് സാർ, ഞാനെല്ലാം അറിഞ്ഞു. ഏ? ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മാരീഡ് ലൈഫ്. കൈതാ. അഞ്ജലി നല്ല കുട്ടിയാ. ജോർജ് സാറിനെ പോലൊരാളുടെ ബന്ധുത്വം കൂടിയാവുമ്പോ കിരണിന്റെ ലൈഫ് ബെറ്റർ ആവും. ആരും ഇല്ലെന്നുള്ള ഇഷ്യൂവും തീരും. പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവര് കിരണിനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോ നമ്മൾ ആരായിരുന്നു എന്ന് പറയും? അത് കിരണിന് വേണ്ടി നമ്മളൊരു നാടകം കളിച്ചാണെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവിടെ എല്ലാരും നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നടക്കുമല്ലേ. അവരത് തെളിയിക്കുമ്പോ നമ്മളിത് അംഗീകരിക്കും. കിരണിന് അഞ്ജലിയെ വിവാഹം കഴിക്കാം. സോ സിമ്പിൾ. ഇത്രയൊക്കെ ആയിട്ടും മനസ്സിലുള്ളത് തുറന്നു പറയാതെ ദുർഗ പഴയ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാ. ഹലോ, കിരൺ എന്താ നിന്ന് സ്വപ്നം കാണുക? ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ. എടോ, ഞാൻ വേറെ കല്യാണം കഴിച്ച ഇയാൾക്ക് ഒരു കുഴപ്പമില്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കുന്നോണ്ട് ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ? ശരി, അങ്ങനെയാണ് ദുർഗയ്ക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. താനെങ്ങനെ വാശി കാണിച്ച എനിക്കും വാശിയുണ്ട്. തന്നെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും.